അപ്പോൾ MAPC എന്ന് പറയുന്ന ഇഗ്നോയുടെ MA സൈക്കോളജിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെല്ലാവരും അല്ലേ? അതിലെ ഫസ്റ്റ് ഇയറിൽ 6 പേപ്പർ 6 മൊഡ്യൂളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 6 മൊഡ്യൂളുകളാണ് നിങ്ങൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളത്. ഓരോ മൊഡ്യൂളും ഓരോ രീതിയിലാണെന്ന് നമുക്കറിയാം. അതിലെ ഒന്നാമത്തെ പേപ്പർ MPC1 കോഗ്നിറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്നാണ് ആ മൊഡ്യൂളിൻ്റെ അല്ലെങ്കിൽ ആ പേപ്പറിൻ്റെ മൊത്തം പേര്. ഓക്കെ, ഇതിൽ 4 ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ 16 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, 4 ക്രെഡിറ്റാണ് ഇതിനെ കാണുന്നത്. ഒരു ക്രെഡിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് അത്രയും മണിക്കൂറുകൾ നിങ്ങളിത് പഠിക്കേണ്ടതുണ്ട്, എന്നാലേ നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇഗ്നോ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഗ്നോ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഇതിലെ ഒന്നാമത്തെ ബ്ലോക്ക് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എന്നതാണ്. ഇൻഫോർമേഷൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ് കോഗ്നിറ്റീവ് സൈക്കോളജി. നമ്മൾ പഠിക്കാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ പേര് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് വാട്സൻ്റെ ഒരു കോട്ടാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ദാറ്റ് പെർസീവ്സ് ഇറ്റ്. ഈ ലോകത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ലോകം കണ്ട് മനസ്സിലാക്കാൻ പോകുന്ന നമ്മളെ മനസ്സിനെക്കുറിച്ച് അറിയണം. ഈ ലോകത്തെ മനസ്സിലാക്കേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മൈൻഡ് കൊണ്ടാണ്, ബ്രെയിന് കൊണ്ടാണ്. അപ്പോൾ ബ്രെയിന്, മൈൻഡ് ഇതെന്താണെന്ന് നമ്മൾ അറിയണം. അതിനെക്കുറിച്ചുള്ള പഠനമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ലോകത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കലാണ്. ഇനി അതിലെ കുറച്ച് കോൺസെപ്റ്റുകളും പ്രധാനപ്പെട്ട ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങുകളുമാണ് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. കേൾക്കുമ്പോൾ കുറച്ചൊരു ടഫായിട്ട് അല്ലെങ്കിൽ അത്ര വലിയ പരിചയമില്ലാത്ത വാക്കുകളായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ തന്നെ ഗുളിക കഴിക്കുമ്പോൾ കയ്പ്പൊക്കെ ഉണ്ടാകുമല്ലോ, എന്തിനാണത്? പനി മാറാൻ. അതേ രൂപത്തിൽ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് വാക്കുകളും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കോൺസെപ്റ്റുകളും തോന്നും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക്. അങ്ങനെ തോന്നിയാലും നിങ്ങൾ പിന്മാറരുത്. കാരണം ഈ 1-2 യൂണിറ്റിലൂടെ പഠിക്കുന്ന സാധനമാണ് നിങ്ങളെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു നെറ്റൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പറിലെ കുറേ ഭാഗങ്ങൾ ചോദ്യത്തിന് വരും. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഒന്ന് കേട്ടിരിക്കുക, രണ്ടാമതും മൂന്നാമതും കേൾക്കുക, എന്നിട്ട് ആ മെറ്റീരിയലൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ചില കോൺസെപ്റ്റുകൾ എന്നാലും കടിച്ചാൽ പൊട്ടാത്തതായിട്ട് തോന്നിയതുകൊണ്ട് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആമുഖമായി പറയട്ടെ, എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നാവും. 2 സിസ്റ്റത്തിൽ നിന്ന് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കണം, അല്ലെങ്കിൽ സംസാരിച്ചോളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പറയാം, നിങ്ങൾ പറഞ്ഞോളൂ. ആർക്കെങ്കിലും അറിയോ എന്താണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ഒരു സാധനം പത്താമ്പി എന്താണെന്നുള്ളത് അറിയോ? പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എനിക്കൊരു ധൈര്യമായിരുന്നു, ഞാൻ ഒറ്റക്കല്ല എന്നാവും. ആരും പറയുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില പാളിച്ചകൾ, ചില പോരായ്മകൾ. ഒന്നാമത്തതാണ് ആ ചിത്രത്തിൽ കാണുന്നത്, ദ പ്രൂഫ് റീഡർ ഈസ് ബ്ലൈൻഡ് സ്പോട്ട്. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുന്നുണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ പലപ്പോഴും പല എക്സാമുകളും പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. നമ്മൾ അസൈൻമെൻറ്റ് എഴുതി വായിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണില്ല. രണ്ടാമതും വായിച്ചു നോക്കും, എന്നിട്ട് തുന്നിക്കെട്ടി ഇങ്ങനെ അപ്പോഴേക്കാരം അത് ഓരോന്ന് തിരുത്താൻ തോന്നും. അവിടെ തെറ്റി, ഇവിടെ തെറ്റി, എന്തെങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ വായിച്ചിട്ടുണ്ട്, ആദ്യം എഴുതിയിട്ടുണ്ട്, 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം അത് പാക്ക് ചെയ്ത് അയക്കാൻ നേരത്തേക്കാണ് അവിടെ എൻ്റെ അഡ്രസ്സ് ചെയ്തിട്ട് മാറി, പിൻ നമ്പർ എഴുതിയിട്ട് മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നമ്മളെ കാഴ്ചയിലെ തല തകരാറുകളാണ്. അപ്പോൾ നമ്മളെ ബ്രെയിന് കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നിടത്ത് ചില പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. അപാരമായ സിദ്ധിയുള്ള സാധനമാണ് ബ്രെയിന്, പക്ഷേ പലപ്പോഴും പ്രൂഫ് റീഡിങ് പിഴക്കാറുണ്ട്. അതുകൊണ്ടാണ് പത്രത്തിൽ പലപ്പോഴും ചില വാർത്തകളൊക്കെ വരുമ്പോൾ അറിയില്ലേ, ചീഫ് എഡിറ്റേഴ്സ്, എഡിറ്റോറിയൽ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ചെക്ക് ചെയ്തിട്ടും തെറ്റുകൾ വരുന്നത്. അത് സർവ്വസാധാരണമാണെന്ന് അർത്ഥം, മിസ്റ്റേക്കുകൾ. മറ്റൊന്ന് നമ്പർ, വാനിഷിങ് നമ്പേഴ്സ് എന്നൊരു പോയിൻ്റ് ഒക്കെ നിങ്ങൾ മൊബൈലൊക്കെ ഈ OTP വരില്ല, നമ്മളെ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ എന്ന സമയത്ത് OTP വരും 6 8 അക്കോ. അതൊന്ന് നോക്കും, 2-3 വട്ടം ആവർത്തിക്കും, എന്നിട്ട് അടിക്കുക. എന്തിനാ ഈ 3-4 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നത്? ഒന്ന് നോക്കും, പിന്നൊന്ന് നോക്കും, പിന്നൊന്ന് നോക്കും, പിന്നെ അത്രയും ബുദ്ധി ഇല്ലാത്തവരും അത്രയും ഓർമ്മശക്തി ഇല്ലാത്തവരാണോ നമ്മൾ? അതെ, മനുഷ്യന് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കുറച്ച് സമയം വേണം.
അതിനെ നമ്മൾ പഠിക്കും മെമ്മറിയിൽ ഇങ്ങനെ, അതായത് സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, സിമാൻറ്റിക്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മുടെ മെമ്മറിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പം നമ്മളിൽ ഭയങ്കര അപാരമായ കഴിവുള്ളവരാണ് മനുഷ്യനെങ്കിലും ഇങ്ങനെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അടുത്തത് മൂന്നാമത്തെ ഒരു പോരായ്മ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ആരും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓഹോ ഹോ ഹോ ഹോ, നെറ്റ് ബ്രേക്ക് ആവുന്നുണ്ടോ? എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ഓ, നെറ്റിന്റെ ചെറിയ കുഴപ്പമുണ്ടാവും. ഗൾഫിലുള്ളവർക്ക് അറിയാം, ഈ രാത്രി ആകുമ്പോഴേ എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വന്ന് റൂമിൽ ഇങ്ങനെ കയറുമ്പോൾ ഒരു വില്ലയിൽ ചിലപ്പോൾ ഒരു മോഡ ഉണ്ടാകും, എല്ലാവരും കൂടി എടുക്കുമ്പോൾ സ്പീഡ് കുറയും. ഞാൻ ഈ മൊബൈൽ ഡാറ്റയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 2 വോയിസ് ഉണ്ടാകുമ്പോൾ ചിലപ്പം നമ്മളെ റെക്കോർഡ് ഇതാവും, 2 സൗണ്ട് വരും, എക്കോ വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എങ്ങനെ തന്നെ പോകാൻ തോന്നുന്നു. ഓക്കെ, നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ പറയാം. നമ്മൾ നമ്പറുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു OTP വരും. OTP 4 അക്കോ 6 ഒക്കെ ആയിക്കാറ് അല്ലേ? ആദ്യം നമ്മൾ 56 57 34 34 2-3 പ്രാവശ്യം പറയും. അതല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ മൊബൈൽ നമ്പർ പറയുകയാണെങ്കിൽ ഓക്കെ 44555666 4444 എന്നാൽ എഴുതിക്കും. ഇത്രയും ചെറിയ വാക്കുകളൊക്കെ ഓർത്തെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അതെ, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ഓർമ്മയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു പോയിന്റ്, ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ പറയുന്ന പോയിന്റ് നിങ്ങളിങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എവിടെ ഉണ്ടാകുക? എഴുത്തിലാണോ കേൾക്കില്ലാണോ? 100% ഒരിക്കലും നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതേ സമയം നോട്ട് ചെയ്താൻ കഴിയില്ല. കാരണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കണ്ണിലൂടെ ഇങ്ങനെ വിഷ്വലി ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് എഴുതാൻ കഴിയില്ല. എഴുതുമ്പോഴേക്ക് ശ്രദ്ധ ഇങ്ങോട്ട് മാറും, അറ്റൻഷൻ നമ്മൾ ബ്രേക്കായി പോകും. അതായത് മൾട്ടി ടാസ്കിങ് എന്നുള്ളത് പലപ്പോഴും അപകടത്തിലേക്ക് എത്തിക്കും. അഥവാ മനുഷ്യന് അങ്ങനെ ഒരു കഴിവ് കുറച്ച് കുറവാണ്. ഇതൊക്കെ ബ്രെയിനുമായി ബന്ധപ്പെട്ട, മൈൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുക. ഇതൊരു തിയറി അല്ല, ഇതൊരു ആമുഖം പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ഒരു വിഷയം, നമ്മൾ ചില ഹോംവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടൊരു ഉത്തരം കിട്ടൂല. എന്താ ഒരു പിടുത്തം കിട്ടില്ലല്ലോ, പണ്ടാറത് ഞാൻ എവിടെ വെച്ചത്, ഒരു ഐഡിയ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഇത് പരിഹരിക്കുക, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇങ്ങനെ പിന്നെ അതിട്ടെറിഞ്ഞ് നമ്മൾ പോകും, വലി എന്നാണ് പോകുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ കുളിക്കാൻ വേണ്ടി ഷവർ ഓണാക്കി യെസ്, നമ്മൾ ആലോചിച്ചിരുന്ന വിഷയത്തിന് നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? അതായത് നമ്മളെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇടങ്ങാറാകുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വേറെ ലോകത്താവുമ്പോഴാണ്. അതിനാണ് പറയുന്നത് ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറയും. നിങ്ങൾ ഈ കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ 4-ാമത്തെ ബ്ലോക്കിൽ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ പറഞ്ഞ വിഷയം പഠിക്കും, അവിടെ പഠിക്കും. അപ്പോൾ ഇൻക്യുബേഷൻ ഇഫക്റ്റ് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ യുക്തി, ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ പല പോരായ്മകളും പല കഴിവുകളുമുണ്ട്. ഇതൊക്കെ പഠിക്കലാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. ചുരുക്കി പറഞ്ഞാൽ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില ഇൻപുട്സുകളും ചില ഔട്ട്പുട്സുകളും മനസ്സിലാക്കൽ. ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ കാണുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന സാധനം നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എടുത്തിട്ട് നിങ്ങളെ കണ്ണ് റെറ്റിനയിലേക്ക് എത്തുന്നു. റെറ്റിന അത് ചില ന്യൂറോണുകളുടെ ഒപ്റ്റിക്കൽ നെർവുകളിലൂടെ അത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ബ്രെയിന് അത് വിഷ്വൽ ആ കോർട്ടെക്സിലെത്തിയിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ആ എഴുതിയത് ഇൻപുട്ട് എന്നാണ് മനസ്സിലാക്കുന്നു. അപ്പോൾ പുറത്ത് ഇൻപുട്ട് എന്ന് പറയുന്ന സ്ക്രീനിൽ ഒരു സ്റ്റിമുലി ഉണ്ട്. ആ സ്റ്റിമുലിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് മനസ്സിലാക്കി ന്യൂറോണുകൾ മുഖേന ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിൻ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ എന്താ പറയുക, പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. പുറത്തൊരു സ്റ്റിമുലി ഉണ്ട്, ആ സ്റ്റിമുലിയെ കണ്ട് മനസ്സിലാക്കി അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ. അത് ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സാണ്, നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും പല രീതിയിലൂടെ ഇൻപുട്ടാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ഇതേ സമയം നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ കേട്ടും കണ്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു സാധനം തൊടുമ്പോൾ ചൂടറിയും, തിളച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമുള്ള പാത്രത്തിൽ തൊട്ട ചൂടറിയും. അപ്പം നമ്മൾ പെർസെപ്ഷൻ എവിടെയാണ്? തൊട്ടുകൊണ്ടാണ്. സ്കിനസ്തെറ്റിക് എന്നാണ് പറയുക. കറിയുടെ ഉപ്പ്, മധുരം, അല്ലെങ്കിൽ ചായയുടെ മധുരമൊക്കെ നോക്കാൻ നമ്മൾ നാവിലൊന്ന് വെച്ച് നോക്കും. അതെ മധുരമുണ്ട്, പുളിപ്പാണ്, എരിവാണ്,
കയ്പാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, അത് ബ്രെയിനിലെത്തുന്നു, ബ്രെയിൻ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് പെരുമാറുന്നു. അപ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇതും നമ്മൾ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ജസ്റ്റ് കോൺസെപ്റ്റുകൾ പറയുന്നുള്ളൂ, വിഷയത്തിലേക്ക് കിടക്കാം. ഇതുവരെ പറഞ്ഞത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് മെൻ്റൽ പ്രോസസ്സ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെൻ്റൽ പ്രോസസ്സുകളാണ്, മൈൻഡിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. ചില പാളിച്ചകൾ, ചില തെറ്റുകൾ, ചില പോരായ്മകളൊക്കെ സംഭവിക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ പോരായ്മയാണ്, അഥവാ മനുഷ്യൻ്റെ മെൻ്റൽ പ്രോസസ്സിൽ സംഭവിക്കുന്ന പാളിച്ചകളാണ്. അങ്ങനെ പറഞ്ഞാൽ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനെയൊക്കെ പഠിക്കലാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് മെൻ്റൽ പ്രോസസ്സ്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഈ മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ 100,000 കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി നമുക്ക് പഠിക്കാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് പെർസീവിങ്ങിനെ കുറിച്ച് പഠിക്കൽ, ലേണിങ്ങിനെ കുറിച്ച് പഠിക്കൽ, റിമെമ്പറിങ്ങിനെ കുറിച്ച് പഠിക്കൽ, തിങ്കിങ്ങിനെ കുറിച്ച് പഠിക്കൽ, റീസണിങ്ങിനെ കുറിച്ച് പഠിക്കൽ, പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് പഠിക്കൽ, ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് പഠിക്കൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയും. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് മെൻ്റൽ പ്രോസസ്. ഇറ്റ് മീൻസ് സ്റ്റഡിങ് അബൌട്ട് പെർസീവിങ്, സ്റ്റഡിങ് അബൌട്ട് ലേണിംഗ്, സ്റ്റഡിങ് അബൌട്ട് മെമ്മറിങ്, തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ 8-10 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കലാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അതായത് നമ്മുടെ ബ്രെയിന് കൊണ്ട്, നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആകത്തുക പഠിക്കലാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. ക്ലിയർ ആയോ? ഇനി പെർസീവിനെ കുറിച്ച് പഠിക്കാറുണ്ടല്ലോ. ഈ പെർസീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തോ സാധനം കാണുന്നത്, അത് ചിലപ്പോൾ എനിക്കതൊരു കയറ് കണ്ടാൽ തന്നെ പാമ്പായി തോന്നാം. ഒരു കയറിനെ ഞാൻ പാമ്പായി കാണുക എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ പറ്റിയ മിസ്റ്റേക്കാണ്. പെർസെപ്ഷണൽ എറേഴ്സ് എന്ന് പറയും. അതൊരു മിസ്റ്റേക്കാണ്. പക്ഷേ കയറിനെ കയറായിട്ട് തന്നെ കാണുന്നുവെങ്കിൽ എൻ്റെ പെർസെപ്ഷൻ ഷെയർ. അപ്പോൾ പുറത്തുള്ളൊരു സ്റ്റിമുലിയെ കണ്ട് മനസ്സിലാക്കി അതിനൊരു മീനിങ് കൊടുക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഗിവിങ് എ മീനിങ് ഫോർ ദി പെർസെപ്ഷൻ, ആ സ്റ്റിമുലി. ഞാനൊരു ശബ്ദം കേട്ടു, സാറ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാവില്ല സ്കൂളിലൊക്കെ, പ്രിൻസിപ്പാളുടെ ശബ്ദം കേട്ട് നമുക്കറിയാൻ പറ്റും. ഒരു റോട്ടിലൂടെ ഒരു വണ്ടി പോകുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ് റൂമിൽ ഇരുന്നാൽ തന്നെ ബാക്കിലെടുത്തും പറയും, എടാ നമ്മളെ മറ്റേ ബസ് സുർമ വരുന്നുണ്ട്. സുർമ പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ പേരാണ്. ആ ബസ്സിൻ്റെ ഓണിൻ്റെ ശബ്ദം കേട്ടാൽ ഇവനറിയാൻ പറ്റും. ക്ലാസ്സിൽ ഏത് സാറ് ക്ലാസ് എടുക്കുകയാണെങ്കിലും ആ ഓൺ അടിച്ച, അല്ലെങ്കിൽ ഇന്നാണ്, അത് കുഷിമയാണ്, മറ്റാണ്. ഓരോ ബസ്സിൻ്റെ ഓണ് അല്ലെങ്കിൽ അതിൻ്റെ പി അല്ലെങ്കിൽ അതിൻ്റെ ആ സൗണ്ട്, ആ ഞരക്കം മൂളം കണ്ടാൽ തന്നെ. അപ്പോൾ ഓഡിറ്ററി പെർസെപ്ഷനാണത്. അവന് വേക്കൂല, നമുക്ക് വേക്കും. കേട്ട് കണ്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആ പ്രോസസ്സാണ് പെർസെപ്ഷൻ. ഇത് ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കലാണ്. ഇനി പെർസെപ്ഷൻ്റെ തിയറികൾ കുറേ പഠിക്കാനുണ്ട്, അടുത്ത യൂണിറ്റുകളിൽ വരും. അവിടെയൊക്കെ മിസ്റ്റേക്കുകൾ എങ്ങനെ സംഭവിക്കുക, ഓഡിറ്ററി പെർസെപ്ഷൻ, ഓഡിറ്ററി ഇല്യൂഷൻ വരില്ലേ, അല്ലെങ്കിൽ മറ്റേ ഹാലു, ഇങ്ങനെ വിഷയം പഠിക്കും. അടുത്ത ബ്രെയിനിൻ്റെ മറ്റൊരു പ്രവർത്തനം ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കൽ. എന്തീ പഠിക്കുക എന്ന് പറഞ്ഞാൽ? പഠിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പഠിക്കണ കാലത്ത് നമ്മളൊരു കുട്ടീനോട് ഒരു ടീച്ചർ ചോദിച്ചു, എടാ എൻ്റെ പേരെന്ത് വെച്ചു? റഹീം. വീട് എവിടെ വെച്ചു? പഠിക്കൽ. എന്താ പണി വെച്ചു? പഠിക്കൽ. വീടും പഠിക്കൽ, പണിയും പഠിക്കലോ? അത് വീട് എന്ന് പറഞ്ഞാൽ ചേളാരിയുടെ അടുത്തുള്ള പഠിക്കൽ എന്ന സ്ഥലത്താണ്. ഇപ്പം എന്താ പണി? ഇവിടെ ക്ലാസ്സിൽ ഒന്ന് പഠിക്കലാണ്. ആ പഠനം അല്ലത് കേട്ടോ. ഇവിടെ ലേണിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് പുതിയ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അനലൈസ് ചെയ്യുക, അത് പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുകയാണ്. ഇത് ലേണിംഗ് പ്രോസസ്സാണ്. ഇതെങ്ങനെ പഠിക്കുന്നത്? ചില കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി. എന്താ കോൺസെപ്റ്റ്? അത് നമുക്ക് പഠിക്കാണ്ട്. പിന്നെ ചില ഇമേജുകൾ മനസ്സിലാക്കും, ചില സ്കീമാസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ സ്കീമയിലൂടെയും മെൻ്റൽ ഇമേജിലൂടെയും കോൺസെപ്റ്റിലൂടെയും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുക. അത് നമ്മുടെ പ്രവർത്തന പദത്തിൽ വന്ന് നമ്മുടെ സ്വഭാവമാകുന്നു, അത് നമ്മുടെ സ്കില്ലാകുന്നു, നമ്മുടെ ക്യാരക്ടറാകുന്നു. ഇങ്ങനെ വരുന്ന ഇതും ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. അടുത്ത ഭാഗമാണ് റിമെമ്പറിങ്. എന്താ റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ എന്തൊക്കെയാണ്. കാരണം എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇല്ല. പിന്നെ കുറഞ്ഞ കാര്യം നമുക്ക് അറിയുള്ളൂ അല്ലേ? പണ്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൻ ആരാ പറഞ്ഞത്? ഐ സീം ടു മൈസെൽഫ് ലൈക്ക് എ ചൈൽഡ് പ്ലേയിങ് ഓൺ ദ സീഷോർ പ്ലക്കിംഗ് ദ സീഷൽ എന്നൊക്കെ പറഞ്ഞില്ലേ? കടൽക്കരയിൽ കക്ക പൊറുക്കുന്നൊരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ വിജ്ഞാനം എന്ന സമുദ്രത്തിൻ്റെ മുന്നിൽ നിന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ കുറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ.
ഓർമ്മ എന്ന് പറയുന്ന സാധനം അത് ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കും. ഓർമ്മ എന്താന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓരോ ബ്ലോക്കിൽ വരാനുള്ള ലേണിംഗ് ഒരു ബ്ലോക്ക് യൂണിറ്റ് ആയിട്ട് പഠിക്കാണ്ട്, മെമ്മറി എന്ന സാധനം പഠിക്കാണ്ട്, അതിൻ്റെ ഓരോ വകഭേദങ്ങൾ അതെങ്ങനെ ഉണ്ടായാലും എങ്ങനെ കൂട്ടൽ, മെമ്മറിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണോ, എന്തായാലും ഇതൊക്കെ നമ്മൾ പഠിക്കും. അടുത്ത് തിങ്കിങ്, റീസണിങ്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മൈൻഡ് കൊണ്ട് ചെയ്യുന്നൊരു സാധനം. ഒരു വിഷയത്തെക്കുറിച്ച് കുലങ്കഷമായി ആലോചിക്കുക. ആലോചിക്കൽ എങ്ങനെ? അതിൻ്റെ ഭാഷ ഏതാ? ആലോചിക്കണമെങ്കിൽ കോൺസെപ്റ്റുകൾ അറിയണം, സ്കീമാസ് വേണം, മെൻ്റൽ ഇമേജുകൾ വേണം, അത് വെച്ചിട്ടാണ് ആലോചന. അപ്പോൾ സ്കീമാസും കോൺസെപ്റ്റും മെൻ്റൽ ഇമേജും ലാംഗ്വേജും കൂടുതലുള്ളവർക്ക് കൂടുതൽ ആലോചിക്കാൻ പറ്റും, പരിധി വിട്ട് ആലോചിക്കാൻ പറ്റും. റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സയൻറ്റിഫിക്കലി സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഒരു സയൻസിനെ നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? കൊഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ വൈ ഡു വി സ്റ്റഡി കൊഗ്നിറ്റീവ് സൈക്കോളജി? എന്താ അപ്പോൾ അതിൻ്റെ കാരണം? ഇത്ര കാശ് കൊടുത്തിട്ട് അല്ലേ, ഇഗ്നോലി 8000 രൂപ കൊടുത്തിട്ട് വിലയില്ലാത്ത സാധനം നമ്മൾ പഠിക്കണോ? യെസ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെന്താണ്? മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ? മൈൻഡിനെ കുറിച്ച് പഠിക്കലാണ്, ബ്രെയിനിനെ കുറിച്ച് പഠിക്കലാണ്, അതാണ് ഇതാണെന്നാണ്. അവസാനത്തെ ഡെഫിനിഷൻ എന്താണ്? ബിഹേവിയർ എന്നുള്ളതാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രകടമായി കാണുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ സംസാരിക്കുന്ന സമയത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഈ കയ്യും കാലൊക്കെ ലക്കളകൾ, എൻ്റെ ഡ്രസ്സിങ്, എൻ്റെ പെരുമാറ്റം, എൻ്റെ സ്വഭാവം, ഇതെല്ലാം കൂടി എന്നിൽ നിന്ന് എക്സ്റ്റേണലി ഒബ്സർവബിളായ പ്രകടമാകുന്ന എല്ലാത്തിനും എൻ്റെ ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ ഇത് കൊഗ്നിറ്റീവ് സയൻസ് ആയിട്ട് എന്താ ബന്ധം? അതെ, ഈ ബിഹേവിയർ ഉണ്ടാണെങ്കിൽ ഞാനിങ്ങനെ പറയണമെങ്കിൽ എൻ്റെ മൈൻഡിൽ ചിന്തിക്കണം അല്ലേ, ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ ആലോചിക്കണം. അപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് പറയുന്നത്, ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ബ്രെയിനിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് നമ്മുടെ ബിഹേവിയർ. അപ്പോൾ ബിഹേവിയറിൻ്റെ പിന്നിൽ വലിയൊരു ചിന്തയും വലിയൊരു മെക്കാനിക്കൽ പ്രോസസ്സും ന്യൂറോളിക്കൽ പ്രോസസ്സും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഭ്രാന്തന്മാർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, അതിൻ്റെ കാരണം അവർ ചെയ്ത്, സ്കീസോഫ്രീനിയുള്ള ആൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ബൈപ്പോളാർ ഡിസീസിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, ഡിപ്രസീവ് പേഷ്യൻ്റ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറാനുണ്ടായ കാരണം ബ്രെയിനിൽ നടക്കുന്ന ചില ഇതിൻ്റെ കെമിക്കലുകളുടെ ചെറിയ പ്രവർത്തനങ്ങളാണ്. ഒന്നെങ്കിൽ ഹോർമോണുകളുടെ ഡിഫറൻസ് ആയിരിക്കാം, ഇതായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പെരുമാറ്റങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ ഈ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന മൈൻഡിനെ കുറിച്ച് പഠിക്കണം. അതാണ് മെൻ്റൽ പ്രോസസ്സ്, അതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്ക്, നിങ്ങളൊരു പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഞാനിപ്പോൾ വൈ ഡു വി സ്റ്റഡി ഇറ്റ്, ഇതിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇംഗ്ലീഷൊന്നും അറിയാത്തൊക്കെ എന്താണ്, അതൊരു കാക്ക മരക്കും മരിക്കണവരെ ഞാൻ തോന്നുള്ളൂ. ഇങ്ങനെ എഴുതിയാൽ അത് W എന്നാണും, അതിന് ശേഷം H വന്ന് വൈ ഇട്ട് കഴിഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചെടുത്താണ് അല്ലേ. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ്, അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുകയാണെങ്കിലും നമ്മളൊരു കാര്യം നടക്കുകയാണെങ്കിലും ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ആദ്യമേ വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഡീറ്റെയിൽ പോയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇനി സൈക്കോളജി പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു എക്സാമ്പിൾ പറയാം നമുക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ്റെ ഒരു വിഷയം. അതായത് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ തയ്യാറാക്കി ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതൊക്കെ തയ്യാറാക്കി ഒക്കെ കുഴപ്പമില്ലാന്നൊരു ബോസിന് കൊണ്ടുപോയി കൊടുക്കാൻ നേരത്തെ, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ബോസ് യോ 3 പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്താവും, തെറ്റ് കാണും. അതെന്താ, നമ്മുടെ മൈൻഡിലൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സാധനം പിന്നെ നമ്മൾ കാണുള്ളൂ. അതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന്. എക്സാമ്പിൾ, വീട് പണി നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു വീട് പണി നടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ, എക്സാമ്പിൾ ഡോറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ റോഡിലുള്ള കാണുന്ന മുഴുവനെ ആ ഡോറും ജനലും മാത്രമേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാറ്റേൺ ഓരോ സാധനങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരും. ഈ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന സാധനം നമ്മുടെ ബ്രെയിനിലുള്ളതാണ്. അത് പലപ്പോഴും തെറ്റുകയോ പിഴക്കുകയോ ചെയ്യുന്ന കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. മറ്റൊരു പോയിൻ്റാണ് അറ്റൻഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ, ഒരേ സമയം 2 കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളെ ഞാൻ പറയുന്ന ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നു, അതേ സമയം എഴുതുന്നു, അപ്പുറത്ത് ബാച്ചിലറായിട്ട് ഗൾഫിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ വേറൊരു സാധനം ഓണാക്കിയിട്ടുണ്ടാവും. ഇത് 3 കൂടി എങ്ങനെ നടക്കൂല.
അതും നമ്മളൊരു വിഷയമാണ്. പിന്നെ ഷോർട്ട് ടൈം മെമ്മറി, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ നടക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കണം. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെ ഇപ്പോൾ ഇത് പഠിക്കുക? കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു സയൻസായി വരണമെങ്കിൽ, ഇങ്ങനെ ഡെവലപ്പ് വരണമെങ്കിൽ ഏത് രീതിയിലാണ്? അതിന് ചില മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്, റിസർച്ച് മെത്തേഡുകൾ. കോഗ്നിറ്റീവ് സൈക്കോളജി ആ സൈക്കോളജി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ചില മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റിസർച്ച് മെത്തേഡ് പറയുമ്പോൾ എന്താ റിസർച്ച് നടത്ത ചോദ്യം? റിസർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർഷം 5ാമത്തെ മൊഡ്യൂളായിട്ട് MPC 5 ആയിട്ട് പഠിക്കൂട്ടോ. സെർച്ച് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ്. വീണ്ടും 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 അന്വേഷിക്കലാണ് റിസർച്ച്. ഒരു കാര്യത്തെക്കുറിച്ച് എന്താണോ നമുക്കറിയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വൈ, എന്തുകൊണ്ട് അത് അങ്ങനെയായി, വൈ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക്, എന്തുകൊണ്ട് ഇത് ഇങ്ങനെയല്ല. അപ്പോൾ ഉത്തരം കണ്ടെത്താത്ത പല കാര്യങ്ങളുണ്ടാവും. അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി വീണ്ടും 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 സെർച്ച് ചെയ്യുന്നതിനാണ് റിസർച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ മൈൻഡിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളും ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് ഇങ്ങനെയായില്ല എന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. അതാണ് റിസർച്ച്. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ പല സൈക്കോളജി പല മേഖലയിൽ ഉപയോഗിക്കുന്ന പോലെ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റും ആ ഒരു മെത്തേഡ്, ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്. അതിന് പൊതുവെ റിസർച്ച് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 4-5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാണ്ട്. ഏത് റിസർച്ച് നടക്കണമെങ്കിലും ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എന്തിനെക്കുറിച്ചാണോ റിസർച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്യുന്നതോട് കൂടി തന്നെ റിസർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യണം. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ഒരു കാര്യം പറയുക, അത് ശരിയാകാനും സാധ്യതയുണ്ട്, ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നിട്ട് പിന്നെ ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അത് ഗ്രാഫ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണ്, കാരണം ഈ ഡാറ്റ തെളിയിക്കുന്നു. അപ്പോൾ എന്തായി? ഹൈപ്പോത്തിസിനെ നമ്മൾ കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റ് പറഞ്ഞത് ശരിയാണെന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് സയൻറ്റിഫിക്കിലേക്ക് റെഡിയിട്ട് നേരത്തെ പറഞ്ഞ തെറ്റാണ്, കാരണം ഡാറ്റ ഇതാ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ റിസർച്ച് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ചയുടെ വിഷയമല്ല, ഭാഗമല്ല, കാരണം അത് അടുത്ത പേപ്പറിൽ പഠിക്കാനുള്ളത്, ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. എന്തായാലും കോഗ്നിറ്റീവ് സൈക്കോളജിയിലും സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ ഡാറ്റകൾ കളക്ട് ചെയ്യാറുണ്ട്, ഡാറ്റകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഫോർമുലേറ്റ് ചെയ്യും, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ആ ഹൈപ്പോത്തിസിനെ അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യും. ഇങ്ങനെയാണ് പുതിയ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നത്, പുതിയ ആശയങ്ങളുണ്ട്. അപ്പോൾ നിലവിലുള്ള ആശയത്തെ റിജക്റ്റ് ചെയ്യണമെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യണം, എന്നിട്ട് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം. അപ്പോൾ പുതിയ റിസർച്ച് വന്നു, അല്ലെങ്കിൽ പഴയതിനെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്സുകൾ വെച്ച് സൈക്കോളജിസ്റ്റുകൾ, കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളും ഈ മേഖലയിലും റിസർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം റിസർച്ചുകളാണ് ഇത് നടക്കാറുള്ളത്? പ്രധാനമായിട്ടും ഇതിൽ നടക്കുന്ന റിസർച്ചുകൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്, മറ്റൊന്ന് സൈക്കോ ബയോളജിക്കൽ റിസർച്ചാണ്, മറ്റൊന്ന് റിസർച്ചിൻ്റെ മെത്തേഡ് സെൽഫ് റിപ്പോർട്ടിംഗ്, കേസ് സ്റ്റഡി, ന്യൂറോസ്റ്റിക് ഒബ്സർവേഷൻ, മറ്റൊന്ന് കമ്പ്യൂട്ടർ സിമുലേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നടക്കുന്ന റിസർച്ച് മെത്തേഡുകൾ. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്പെരിമെൻ്റൽ, രണ്ടൊന്ന് സൈക്കോ ബയോളജിക്കൽ ടെസ്റ്റുകൾ, മൂന്നാമത്തത് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇതൊക്കെ ഒരു ഏകദേശം തുല്യമാണ്. ഇതെന്താണെന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ആണ്ട. MPC 5 നിങ്ങൾ കൃത്യമായി പഠിക്കും ഈ സാധനങ്ങൾ എന്തൊക്കെയാണ്. എന്നാലും ഈ മെത്തേഡുകളൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ വിശദീകരിക്കാൻ പോയാൽ നമ്മളെ യൂണിറ്റുകൾ അവിടെ പെൻഡിങ് ആവും. ജസ്റ്റ് പറയും ഞാൻ കേട്ടോ. അതുപോലെ അതിലൊന്നും പറയാത്ത കമ്പ്യൂട്ടർ സിമുലേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാധനവും നമ്മളെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. എന്തിനാണ് റിസർച്ച് നടത്തുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം ഒന്നുകൂടി നോക്ക്. ഗോൾസ് ഓഫ് റിസർച്ച് എന്തിനാണ്? ഡാറ്റ കളക്ട് ചെയ്യാൻ. ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തിസ് ഉണ്ടാവില്ലേ, ആ ഹൈപ്പോത്തിസ് ആയിട്ട് കറക്റ്റ് ചെയ്താൽ നോക്കും. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഹൈപ്പോത്തിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ പുതിയ തിയറി ഡെവലപ്പ് ചെയ്യും. ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യും, അപ്പോൾ പഴയ തിയറിയെ റിജക്റ്റ് ചെയ്യുക, പുതിയ തിയറി, അങ്ങനെ അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യും. അങ്ങനെ 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 ഏതു പ്രശ്നത്തിനും പരിഹാരമാകണമെങ്കിൽ ഡാറ്റ കണക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, അനാലിസിസ് നടത്തണം. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? തിയറി ഡെവലപ്പ് ചെയ്യുന്നു. അത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ 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 എങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്, അത് അപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ രീതി. അതിൻ്റെ സ്റ്റെപ്സൊക്കെ നിങ്ങൾ റിസർച്ചിൽ പഠിക്കും. റിസർച്ചിൻ്റെ 6-7 സ്റ്റെപ്സുകൾ അതങ്ങനെ തന്നെ പഠിക്കുക. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുമ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചുകൾ, സൈക്കോബയോളജിക്കൽ റിസർച്ചുകൾ, സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഈ മെത്തേഡുകൾ
കമ്പ്യൂട്ടർ സിമുലേഷൻ, ഈ മെത്തേഡുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആ പോയിന്റുകൾ പഠിക്കണം, കാരണം 6 മാർക്കിനൊക്കെ ചോദിക്കാം. മെത്തേഡ് സെൻസ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, സൈക്കോ ബയോളജിക്കൽ മെത്തേഡ്, സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിമുലേഷൻ. ഇതൊക്കെയാണ് മെത്തേഡ്. ഇനി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ്സുകൾ. ഒന്ന് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയും. ഈ കൺട്രോൾഡ് ഡീറ്റെയിലേക്ക് പോയാൽ ഇവിടെ വേറെ ഒന്നും ഉണ്ടല്ലേ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ജസ്റ്റ് ഇവിടെ പറയുന്നതിൻ്റെ ഡീറ്റെയിൽ വീണുമ്പോൾ, ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ, അത് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ, ഏതൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ 2 കാര്യങ്ങളേ ഉണ്ടാവും. അതിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കൂട്ടോ റിസർച്ചിൽ, ഒന്നും പേടിക്കണ്ട. ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞതാണ്. കുറേ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ ആകെ ഭ്രാന്താണ്ട, 2-3 വട്ടം കേട്ട് ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. കാരണം ഓരോ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയി പഠിക്കും. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകും. ഇത് തമ്മിലുള്ള ബന്ധം ഉണ്ടായിട്ട് അങ്ങനെ, അതാണ് റിസർച്ചിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം, നമ്മളെ കുട്ടി, നമ്മളൊക്കെ അധ്യാപകരാന്ന് എഴുതിക്കോളൂ. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ആ കുട്ടികൾ ജയിക്കുമോ അല്ലേ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ട്യൂഷൻ കൊടുത്താലോ. അപ്പോൾ ട്യൂഷൻ കൊടുത്താൽ ജയിക്കും എന്ന് ഉറപ്പുള്ളത്? ട്യൂഷൻ കൊടുത്താൽ ജയിക്കും, അതൊരു ഹൈപ്പോത്തിസാണ് അല്ലേ. ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ പഠിക്കും, അത് കാരണം മാർക്ക് സ്കോർ ചെയ്യും, അങ്ങനെ ജയിക്കും, അതൊരു ഹൈപ്പോത്തിസ്. നേരാള് ട്യൂഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് കുട്ടികളെ തന്നെ വിചാരിക്കണം, മറ്റാൾ ഇങ്ങനെ അതിനെ തർക്കമാവും. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇനി റിസർച്ചിലേക്ക് പോകുകയാണെന്ത്, ട്യൂഷൻ കാരണം കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ, പെർഫോമൻസ് ബെറ്ററാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നമ്മളെ വിഷയം എന്താണ്? പെർഫോമൻസ് കൂട്ടുക എന്നതാണ്. അത് ഡിപ്പെൻഡൻറ്റ് ഓൺ ട്യൂഷൻ. മനസ്സിലായി? കുട്ടികളുടെ പെർഫോമൻസ്, എല്ലാവരും പാസ്സാവുക അല്ലെങ്കിൽ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സാവുക, ആ ഒരു വേരിയബിൾ, പാസ്സാവുക, മാർക്ക് സ്കോർ ചെയ്യുക, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് എന്ന ആ വേരിയബിൾ, അത് ഡിപ്പെൻഡൻ്റ് ഓൺ ട്യൂഷൻ. ട്യൂഷൻ കിട്ടിയാൽ ഉഷാറാകും, ട്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ മോശമാകും. ട്യൂഷൻ കിട്ടിയാൽ കുട്ടികളെല്ലാവരും പാസ്സാകും. അപ്പോൾ ട്യൂഷൻ കൊടുക്കുക, ട്യൂഷൻ ഉണ്ടാവുക എന്നത് ഒരു വേരിയബിളാണ്. മറ്റതോ പാസ്സാവുക എന്നുള്ള അടുത്തൊരു വേരിയബിളാണ്. അപ്പോൾ ദീസ് വേരിയബിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ്, അഥവാ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റുന്ന ഒരു സാധനം എന്താണ്? ട്യൂഷൻ എന്നതാണ്. ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതിനനുസരിച്ച് പാസ്സാവുക, മാർക്ക് കൂടുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടുക, ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുക ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ട്യൂഷൻ കൊടുക്കൽ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ്, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ സാധനങ്ങൾ വരും, അത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, റിസർച്ചുകൾ പഠിക്കും. എക്സ്ട്രാജീനിയസ് വേരിയബിൾ, കണ്ടീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞ കുറേ വേരിയബിൾ, അങ്ങനെ കുറേ ബിരിയാണി പഠിക്കാണ്ട്, ഇത് നമ്മളിവിടെ ചർച്ച ചെയ്തില്ല. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി റിസർച്ച് ചെയ്യുമ്പോൾ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകളാണ് നടത്തുക. അതാ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ട് ഇതിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഇത് കൂടിയാൽ ഇത് കൂടും, കാരണം ചൂട് കൂടിയാൽ ഇത് കൂടും, അല്ലെങ്കിൽ തണുപ്പ് കൂടിയാൽ ഇത് കൂടും, കൂടിയാൽ കൂടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തും. അങ്ങനെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാണ് കൊഗ്നിറ്റീവ് സയൻസിലെ പുതിയ തിയറികൾ, പുതിയ ആശയങ്ങൾ വരുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിലൂടെ, അഥവാ ലാബിലൂടെ റിസർച്ച് ചെയ്തിട്ടാണ് കൊഗ്നിറ്റീവ് സൈക്കോളജിയിലെ പല തിയറികളും പല റിസർച്ചുകളും വരുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് എന്താണ്? കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, എന്നിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ റിസൾട്ട് പറയും. കൺട്രോൾ ചെയ്യുന്ന ഇവിടെയാണ്. അതായത് ഈ വേരിയബിളിനെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളിൽ കൊടുത്തിട്ട് നോക്ക്. ദ സ്റ്റഡി ഇഫക്റ്റ് ഓഫ് റൂം ടെമ്പറേച്ചർ. റൂമിൻ്റെ ടെമ്പറേച്ചർ, ഉദാഹരണം ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു പഠനമാണ്, ജിമ്മ് നടത്തുന്ന അല്ലെങ്കിൽ ജിമ്മിൽ വരുന്ന ഒരാൾ പഠിക്കുകയാണ്. റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടുക കുറയുക, അഥവാ ചൂട് കൂടുക അല്ലെങ്കിൽ ചൂട് കുറയുക എന്നത് ജിമ്മിൽ നമ്മളെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ? ജിമ്മിലെ പെർഫോമൻസ് എന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, റൂമിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുക കുറക്കുക എന്നത് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇത് കൂട്ടിയാൽ ഇത് കൂടാം, ഇത് കുറച്ചാൽ ഇത് കുറയാം. ഇത് റിസർച്ച് നടത്തുകയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻറ്റും ഇത് ഡിപ്പെൻഡും. ഇത് നമ്മൾ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തും. അതേ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, അഥവാ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയാവുന്നു, അപ്പോൾ ഒരു മീഡിയം ടെമ്പറേച്ചർ ഇട്ടപ്പോൾ ആൾക്കാരുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട് എന്നൊക്കെ റിസർച്ച് നടത്തും. പല രീതിയിലാണ്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ നമ്മൾ ഒരു റിസർച്ച് നടത്തിയ ഒരു ഉത്തരം കണ്ടെത്തുന്നത് പോലെ നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സുകളെക്കുറിച്ച്, ബ്രെയിനിൽ നടക്കുന്ന പല പ്രവർത്തനത്തെക്കുറിച്ചും റിസർച്ച് നടത്താറുണ്ട്. അത് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. സൈക്കോ എന്ന് പറയുമ്പോൾ മൈൻഡ്,
ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരവും അഥവാ നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ ഇയാളെന്തീ പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞ് ബ്രെയിനും മൈൻഡും എന്താണ് അല്ലേ? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്, മൈൻഡ് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലായോ? ഈ തലയോട്ടിൻ്റെ ആ പെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം നമ്മളെ ഫ്ലഫായി കാണുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ബ്രെയിന് അല്ലേ? ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിതമായ സ്കെൽറ്റൻ ഉള്ള നമുക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും പറ്റുന്ന ഹാർഡ്വെയർ, ഇറ്റ് ഈസ് ബ്രെയിൻ. അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓണാക്കി ഓരോന്ന് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് മറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് കാണാനൊന്നും പറ്റില്ല, പ്രവർത്തിക്കും. അതാണ് നമ്മുടെ മൈൻഡ്. ഈ ബ്രെയിനിലെ പ്രവർത്തനങ്ങളാണ് മൈൻഡ്. ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെൻ്റൽ പ്രോസസ്സുകൾ, ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തന മേഖലയാണ് മൈൻഡ്. ഈ മൈൻഡാണോ ബ്രെയിനാണോ പവർ? രണ്ടും പവറാ. ഇതിനെ നിയന്ത്രിക്കോ, ഇതിനെ നിയന്ത്രിക്കോ, ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണ്. അപ്പോൾ ഇനി വിഷയം എന്താ വെച്ചാൽ സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. സൈക്കോ എന്ന് പറയുമ്പോൾ മൈൻഡ്, ബയോളജി പറയുമ്പോൾ ബ്രെയിന് പോലത്തെ അതിനെക്കുറിച്ച്, അതായത് നമ്മളെ ബ്രെയിന് ഇപ്പം മരിച്ചു കഴിഞ്ഞ്, ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്നതൊക്കെ എൻ്റെ നാവ് കൊണ്ടാണെങ്കിൽ ഇത് നിയന്ത്രിക്കുന്ന എവിടെയാണ്? ഇവിടെയാണെന്നാണ് സൈക്കോളജിസ്റ്റിൽ പറയുന്നത്. പറയാൻ വേണ്ടി ബ്രെയിനിൻ്റെ ബ്രോക്കാസ് ഏരിയ, വെർണിക്കാസ് ഏരിയ, അങ്ങനെ ഓരോ ഏരിയാസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ബ്രെയിനിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് വർക്ക് ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്. അതിനെ പറയുന്നത് FMRI എന്ന് പറഞ്ഞു. നമ്മൾ കൈ പൊട്ടിയിട്ട് കാല് പൊട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓർത്തോണിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുക അറിയും. എന്തിനാണ്? എന്നിട്ട് അയാൾ നോക്കിയിട്ട് അവിടെ 2 പൊട്ടുണ്ട്, അവിടെ കണ്ടില്ല, അത് കണ്ടില്ല, ആ എക്സ്റേ നോക്കിയിട്ട് അയാൾ പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം നിങ്ങളൊരു EG എടുക്കുക, അല്ലെങ്കിൽ ECG എടുക്കുക, MRI എടുക്കുന്ന പറയില്ലേ, അത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതേ പ്രകാരം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യുന്ന മെഷീനുണ്ട്, ഒരു പ്രവർത്തനമുണ്ട്. അതിനാണ് ഫങ്ഷണൽ FMRI എന്ന് പറഞ്ഞ സാധനം. അതുപോലെ പെറ്റ് പറഞ്ഞ സാധനമുണ്ട്. പെറ്റും ഇതുപോലെ തന്നെ, അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല, പുസ്തകത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും, അതിൻ്റെ പേരിൻ്റെ ഓർമ്മ കിട്ടുന്നില്ല. ഇതും ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഹാർട്ടിൻ്റെത് EG എടുത്തിട്ട്, മറ്റേത് സ്കാൻ ചെയ്തിട്ട്, ചിലത് MRI എടുത്തിട്ട്, എന്നാൽ ബ്രെയിനിൻ്റെ ആകുമ്പോൾ PET, FMRI, MRI മെത്തേഡുകൾ. അപ്പോൾ ഈ FMRI എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ക്രിമിനോളജിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കുറ്റവാളി വന്ന് അയാൾ നുണ പറയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അയാൾ പറയുമ്പോൾ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ അയാളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമുക്ക് ഇങ്ങനെ കാണാം. അയാളുടെ ഇത് അപ്പോൾ അയാൾ ഇങ്ങനെ അത് അനലൈസ് ചെയ്യാൻ കഴിവ് അയാൾക്കുണ്ടോ? എക്സ്റേ കണ്ടപ്പോൾ എനിക്കറിയും ഇത് പൊട്ടിയണോ ഇല്ല എന്നുള്ളത്, എനിക്കറിയില്ല, ഡോക്ടർക്ക് അറിയും. അതേപോലെ FMRI ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് ബ്രെയിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയെന്ന് പഠിക്കുന്ന ആ രീതിയാണ് FMRI. അപ്പോൾ ബ്രെയിൻ എന്ന സാധനവും ഇപ്പുറത്തെ സാധനവും അല്ലേ, സൈക്കോ ബയോളജിക്കൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള പഠനങ്ങളാണ്. അത് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ മറ്റൊരു റിസർച്ച് മേഖലയാണ്. അപ്പോൾ 1 കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്, 2 സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. അതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ FMRI, പെറ്റ് സ്കാനുകളൊക്കെ. അപ്പോൾ പരീക്ഷ ഹാളിൽ പോയിട്ട് ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കില്ല നമ്മൾ, ഭയങ്കര ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട്. ആ സമയത്ത് നമ്മുടെ ബ്രെയിനും നേരെ മറിച്ച് നമ്മൾ കടപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ ലാവിഷായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റിലാക്സ് ആയി, ആ സമയത്തുള്ള ബ്രെയിനും ഇത് രണ്ടും ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് ബ്രെയിന്, അതായത് ബ്രെയിനിൻ്റെ ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്റ്റിക് നോബിലൂടെ നടക്കുന്ന കെമിക്കൽ ഇമ്പൾസുകളുടെ പ്രോസസ്സിങ് കൂടുതൽ അതിങ്ങനെ കത്തുന്നുണ്ടാവും. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ പറ്റും ന്യൂറോ പിന്നീട് പഠിക്കും. 3-മത്തത് കേസ് സ്റ്റഡി. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ചിൻ്റെ മറ്റൊരു മേഖല ഏതാണ്? കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഓരോ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു കേസ്, ഒരു സംഭവം, അതിനെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കാം. ഒരു വ്യക്തിയെക്കുറിച്ചാകാം, ഒരു കുടുംബത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് 4 വശങ്ങളും പഠിക്കുന്നതിന് കേസ് സ്റ്റഡി എന്ന് പറയും. അത് നിങ്ങൾ പഠിക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ MPC 3-ലും പഠിക്കും, 6-ലും പഠിക്കും, 5-ലും പഠിക്കും. ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു സാധനമുണ്ട്, HM എന്ന് പറഞ്ഞൊരു രോഗി. എന്താ രോഗിയുടെ പേര്? ഹെഡ് മാസ്റ്റർ അല്ല, HM. അദ്ദേഹത്തിന് എന്താ പറയുക, ക്യാൻസർ അല്ലേ, അതിനെന്തൊരു വേറെ പേരുണ്ടായില്ല, പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്, സീസൈസ് എന്നാണ് പറയുന്നത്. ഈ നമ്മൾ അപസ്മാരം എന്ന് പറയില്ലേ, അപസ്മാര രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ ട്രീറ്റ് ചെയ്യുന്ന ആളെന്ത് ചെയ്തു, അയാളുടെ സമ്മതപ്രകാരം അയാളുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട്, കാരണം ഇത് കാരണമാണ് ഈ അപസ്മാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടത് ആ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ്, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ഹിപ്പോകാമ്പസിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തപ്പോൾ അതിന് ശേഷം ഈ വ്യക്തിയിൽ ചെറിയ മാറ്റങ്ങൾ. അയാളുടെ രോഗം എന്തായിരുന്നു? ഈ സീസൈസ് ആയിരുന്നു.
ഈ എന്തെങ്കിലും അപസ്മാര രോഗമായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ചെറിയ സർജറിക്ക് നടത്തിയപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് ഒഴിവാക്കുകയോ മാറ്റുകയോ ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാനോ ഓർത്തു വെക്കാനോ കഴിയുന്നില്ല. എന്ത് ഹിപ്പോ ക്യാമ്പസിൽ ചെറിയ സർജറി നടത്തിയ ശേഷം പിന്നെ ലോങ് ടൈം മെമ്മറി പറഞ്ഞ സാധനം അയാൾക്കില്ല. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പറയുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവില്ല. പണ്ട് പഠിച്ചതോ ഒരു കാര്യവും മറന്നിട്ടില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ടോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഓർത്തു വെക്കാനോ കഴിയുന്നില്ല. അപ്പം ഈ സൈക്കോളജിക്ക് മനസ്സിലായി, ആഹാ, ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ചില കാര്യങ്ങളെ സഹായിക്കുന്നു, ചില കാര്യങ്ങൾ ചിലതിന് തടസ്സമാകുന്നു എന്നൊക്കെ അവിടുന്ന് പഠിച്ചെടുത്തു. അപ്പോൾ ഹിപ്പോ ക്യാമ്പസിലെ ഈ ഭാഗം നമ്മുടെ ലോങ് ടൈം മെമ്മറിയെ സഹായിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നവർ കണ്ടെത്തി. ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അതൊരു കേസ് സ്റ്റഡിയാണ്. ഈ ഒരു കേസിൽ നിന്നും ഇവർക്ക് ഈ വിഷയം പഠിച്ചു. അങ്ങനെ പല പല കേസിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കും. ഇതും എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി റിസർച്ചിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്? റിസർച്ചിലൂടെയാണ്. റിസർച്ച് എങ്ങനെയാണ്? ഒന്ന് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആയിരിക്കും, രണ്ട് സൈക്കോബയോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്, മൂന്നാമത്തെ കേസ് സ്റ്റഡി. എക്സാമ്പിൾ HMൻ്റെ സർജറി പോലെ. HM എന്ത് ചെയ്തു? ഇതിനു വേണ്ടി നമ്മൾ സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ ബ്രെയിനിൻ്റെ ഇന്ന ഭാഗം നീക്കി, അവിടുന്ന് അങ്ങോട്ട് രോഗം മാറി. പക്ഷേ പഴയതൊന്നും അയാൾ മറന്നിട്ടില്ല, പുതിയതൊന്നും അയാൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ? ബ്രെയിൻ്റെ അപ്പോൾ ആ ഭാഗം എന്താണ്? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമായിരുന്നു എന്ന് കണ്ടെത്തി. ഒരു എക്സാമ്പിൾ കേട്ടോ, നിങ്ങൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ മനസ്സിലാവും. അടുത്തൊരു റിസർച്ചിൻ്റെ മറ്റൊരു മേഖല എന്താ? കമ്പ്യൂട്ടർ സിമുലേഷൻ. കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രെയിൻ നമുക്കറിയാമല്ലോ, പല രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ മനസ്സിലാക്കാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി, അപാരമായ സിദ്ധി നമുക്കുണ്ട്. ഇതേ സാധനം അവിടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അതേ രീതിയിൽ ചിന്തിക്കാൻ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുക, ഒരു മെഷീനെ പഠിപ്പിക്കുക. കമ്പ്യൂട്ടർ എന്നൊരു മെഷീൻ. അപ്പോൾ മനുഷ്യൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല രീതിയിലും പല അതേ രൂപത്തിൽ എന്ത് ചെയ്തു? സാധനങ്ങൾ ഇങ്ങനെ കൊടുത്ത് പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ. മെഷീനിന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, യാന്ത്രിക ബുദ്ധി അല്ലേ? അങ്ങനെ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി കമ്പ്യൂട്ടർ മനുഷ്യന് ഒരുപോലെയാണോ? ഒരു വിധത്തിലൊക്കെ അതാണ്, എന്നാൽ ഒരുപോലെയല്ലാണ്. അതായത് മനുഷ്യന് ചിലപ്പോൾ കണക്കുകളും കൂട്ടലും കുറക്കലുമായിട്ട് സാധനങ്ങളോ അതൊക്കെ കമ്പ്യൂട്ടറിന് മനുഷ്യനേക്കാൾ സ്പീഡിൽ ചെയ്യാൻ പറ്റിയ കാര്യം. പക്ഷേ മനുഷ്യന് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സ്പീഡിൽ ചെയ്യാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടറും മനുഷ്യൻ്റെ ബ്രെയിനും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി ഇതിനവിടെ കൂട്ടിയിട്ടും അവിടെ കുറച്ചിട്ടും ഇങ്ങനെ പഠിക്കുന്ന രീതി, അതാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ. ഇത് മോഡേൺ ഒരു മെത്തേഡാണ്. ഈ രീതിയിലൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ റിസർച്ചുകൾ നടക്കുന്നത്. റിസർച്ചിലൂടെയാണ് ഈ മേഖല വളരുന്നത്. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്, അതായത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്. ഇത് ലാബിലൊക്കെ ചെയ്യുക. അതായത് പരമാവധി എക്സ്ട്രീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കൺട്രോൾ ചെയ്തിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതിൻ്റെ റിസൾട്ട് നിരീക്ഷിക്കുന്ന രീതി. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, കൺട്രോൾ വേരിയബിൾ എന്ന് പറയും, അഥവാ അതിന് സ്വാധീനിക്കുന്നത് കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കുന്ന രീതിയാണ്. രണ്ട് സൈക്കോബയോളജിക്കൽ റിസർച്ച്. അവിടെ എന്താ വെച്ചാൽ കോഗ്നിറ്റീവ് പെർഫോമൻസും സെറിബ്രൽ ബ്രെയിൻ, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഏതു ഭാഗമാണ് ഉദാഹരണം ചിന്തിക്കുന്നത്, ബ്രെയിനിൻ്റെ ഏത് ഭാഗം, ഫ്രണ്ടൽ ലോബാണോ, പെരീറ്റൽ ലോബാണോ, ഒസിപ്പറ്റൽ ലോബാണോ, ഹിൻ ബ്രെയിൻ ആണോ, മറ്റേതാണോ, അതാണോ, അങ്ങനെ അതിനെന്ത് ചെയ്യുക? ഈ പറഞ്ഞ പെറ്റ്, MRI, FMRI ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ റിസർച്ച് ചെയ്യാറുണ്ട്. മറ്റൊന്ന് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ വളർച്ച, അവനെങ്ങനെ നമ്മൾ നിരീക്ഷിച്ചാൽ മതിയില്ലേ, അവൻ എന്തൊക്കെ എപ്പോഴൊക്കെ പഠിച്ചു വരുന്നു, നാച്ചുറലി ഒബ്സർവ് ചെയ്യുക അല്ലേ? ബുദ്ധിവൈകല്യമുള്ള ഒരു കുട്ടിയുടെയും ബുദ്ധിയുള്ള കുട്ടിയുടെയും കാര്യങ്ങൾ ഇങ്ങനെ നേച്ചുറലി ഞങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഈ കുട്ടി ഒരേ ദിവസം ഒരേ സമയം ജനിച്ച കുട്ടിയെന്ന് എഴുതുക. പക്ഷേ ഈ കുട്ടിക്ക് ബുദ്ധിവൈകല്യം ഉണ്ടെങ്കിൽ അവൻ്റെ പല കാര്യങ്ങളിലും ഡിലേ ആയിരിക്കും, മറ്റോനോ എല്ലാം പെർഫെക്റ്റ് ആയിവിടും. അതിങ്ങനെ നിരീക്ഷിച്ചിട്ട് അപ്പോൾ ഇന്നയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓട്ടിസം ഉള്ള കുട്ടിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ അത് നാച്ചുറലിസ്റ്റ് ഒബ്സർവേഷൻ. കേസ് സ്റ്റഡിക്ക് എക്സാമ്പിളാണ് HM എന്ന് പറഞ്ഞ ആൾ. അവൻ്റെ എന്താണ് ഈ ഹിപ്പോ ക്യാമ്പസിൽ ചില ഭാഗങ്ങൾ പോയതോടുകൂടെ പിന്നെ കുറേ കാര്യങ്ങൾ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മനസ്സിലായി ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ചിലതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ. പിന്നെ കമ്പ്യൂട്ടർ സിമുലേഷൻ എന്നുള്ളത്, അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മെഷീനെ ചിന്തിപ്പിക്കാൻ പഠിക്കുകയും എന്നിട്ട് അതിൻ്റെ താരതമ്യവും. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു. അങ്ങനെ തന്നെയല്ലേ മനുഷ്യനും അങ്ങനെ തന്നെ പഠിക്കുന്നു, സൂക്ഷിക്കുന്നു, പുറത്തെടുക്കുന്നു. അപ്പോൾ ഇൻപുട്ട് വേണം, കീപ്പ് ചെയ്യണം, പിന്നെ മെമ്മറി, അങ്ങനെ അത് ഞങ്ങൾ ഇതിൽ പഠിക്കും, മെമ്മറി എന്നുള്ള ചാപ്റ്ററിലൊക്കെ പഠിക്കും. ഒരു റിസർച്ചിൻ്റെ മറ്റൊരു മേഖലയാണ്. അപ്പോൾ 1-2 ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട 1-2 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എസ്സേക്ക് പഠിക്കാനുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എസ്സേക്ക് ഉണ്ടാവും, പ്രതീക്ഷിച്ചോളൂ.
ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് പഠിച്ചു. എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് മൈൻഡ് മെൻ്റൽ പ്രോസസ്സ്. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പെർസെപ്ഷൻ ആകാം, ലേണിംഗ് ആകാം, തിങ്കിങ് ആകാം, പ്രോബ്ലം സോൾവ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കലി പഠിക്കലാണ്. അങ്ങനെ പറഞ്ഞാൽ അതിലെ മേഖലകൾ ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് സൈക്കോളജി പ്രധാനമായിട്ട് ഈ 12ഓളം മേഖലകളിലാണ് പഠനം നടത്തുന്നത്, റിസർച്ച് നടത്തുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ സ്കോപ്പ് എന്താ വെച്ചാൽ ഇതാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ഡൊമൈൻസ് എന്താ വെച്ചാൽ ഇതാണ്. ഈ 12 പോയിന്റ് പഠിച്ചേക്കുക, എന്നിട്ട് എഴുതിയാൽ മതി. ദോശ ചുണ്ണാരി പരത്തിയത്. ഓക്കെ, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്തെല്ലാം വരും? 1 കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് വരും. 2 പെർസെപ്ഷൻ വരും. 3 പാറ്റേൺ റെക്കഗ്നിഷൻ വരും. 4 അറ്റൻഷൻ, കോൺഷ്യസ്നെസ്, മെമ്മറി. അത് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, ലാംഗ്വേജ്, ഇമേജറി, റെപ്രസെൻറ്റേഷൻ ഓഫ് നോളേജ്. ഈ ഏരിയകളിലൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ റിസർച്ചുകൾ നടക്കുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏരിയകളൊക്കെ പഠിക്കും. ഇതൊക്കെ ഓരോ യൂണിറ്റുകളായിട്ട് ഇങ്ങനെ ഡീറ്റെയിലായി പഠിക്കും. എന്തായിരുന്നാലും ഈ 10-12 പോയിന്റുകൾ ഓർത്തേക്ക്. ഒന്നെന്താണ്? കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്, ഇതിൻ്റെ ഒരു മേഖലയാണ്. 2 എന്താണ്? പെർസെപ്ഷനെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കും. 3 പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും മെമ്മറിയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും, തിങ്കിങ്, കോൺസെപ്റ്റ് ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ് സൈക്കോളജി, ലാംഗ്വേജ്, ഇമേജറി, റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ്. ഈ 12 ഏരിയകളിൽ ഡീറ്റെയിലായി പഠിക്കലാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ധർമ്മം, കർമ്മം, റിസർച്ച് ഏരിയ. ഓക്കെ അല്ലേ? ഇനി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാം. എന്താ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞാൽ? കൊഗ്നീഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സുകൾ, അതല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സുകൾ അല്ലേ, അതാണ് കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ. ന്യൂറോ സയൻസ് പറഞ്ഞാലോ ന്യൂറോണുകളെക്കുറിച്ചുള്ള പഠനം. അപ്പം ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശരീരത്തിൽ സെൻസ് ഓർഗാൻസ് മുഖേന നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എല്ലാ ഇൻഫോർമേഷൻ ന്യൂറോണിലൂടെ നമ്മൾ പഠിച്ചില്ലേ, അതും കൊഗ്നീഷനും. അതായത് ബ്രെയിൻ നിർമ്മിതം തന്നെ ന്യൂറോണുകളെ കൊണ്ടാണ്. ഈ ബ്രെയിനിൻ്റെ ഫങ്ഷനായ കൊഗ്നീഷൻ, ഇത് തമ്മിലുള്ള പഠനം. അങ്ങനെ പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, ബ്രെയിനും ന്യൂറോണുകളും, പെരിഫൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റേ നെർവസ് സിസ്റ്റം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇതിൻ്റെ ബന്ധങ്ങളും ഇതിനെങ്ങനെ സഹായിക്കുന്നു, ഇത് ഇതിനെ സഹായിക്കുന്നു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ബ്രെയിൻ എന്ന് പറയുന്ന ന്യൂറോണുകളാൽ നിർമ്മിതമായ നെർവസ് സിസ്റ്റത്തിൻ്റെ കലവറയായ ആ ഹാർഡ്വെയറും അതിൻ്റെ പ്രവർത്തന മേഖലയായ, അതിൻ്റെ പ്രോസസ്സിംഗ് ആയ, അതിൻ്റെ ഫങ്ഷനായ മൈൻഡ്, മെൻ്റൽ പ്രോസസ്സും, ഇത് രണ്ടിനെയും കുറിച്ച് ഡീറ്റെയിലായി പഠിക്കുന്ന ഒരു കാര്യം. ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു മേഖല. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന സാധനം ഉണ്ടായി. കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയും ന്യൂറോൺ എന്ന് പറഞ്ഞ ന്യൂറോൺ സയൻസ് പറഞ്ഞത് രണ്ടും കൂടിയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്. അപ്പോൾ ഇത് ന്യൂറോണുകളെക്കുറിച്ച് ഡീറ്റെയിലായി പഠിച്ച് ന്യൂറോണിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അതിലെ ഡെൻഡ്രോണിൽ നിന്നും ഡെൻഡ്രൈസിലൂടെയും ആക്സോണിൽ നിന്ന് ആക്സോണായിട്ടും അതിൻ്റെ ഇടയിൽ കെമിക്കൽ ഇമ്പൾസുകൾ ഇങ്ങനെ ഡീറ്റെയിലായിട്ട് സെല്ലുലാർ രീതിയിൽ പഠിച്ച് അത് ബ്രെയിനിൻ്റെ ഏത് പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലായി. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സാധനം അവിടെ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടാണ്. ഈ കണ്ണുകൊണ്ട് സാധനത്തെ എൻ്റെ ബ്രെയിനിൽ ഡിറ്റക്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അത് സോപ്പാണ്, സാബൂനാണ്, പാമ്പാണ്, ചേരയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. നെർവസ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ ബ്രെയിനിൻ്റെ ഏത് ഭാഗം, കണ്ണിൻ്റെ ഏത് ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലായി പഠനമാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം പുറത്ത് എന്തൊക്കെയോ കണ്ട്, ഇതൊക്കെ സ്റ്റിമുലികളാണ്. കാണുന്നതും കേൾക്കുന്നതും നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന ഏത് സാധനവും സ്റ്റിമുലി. അതിൽ വേണ്ടതിന് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ. അതിനെ ഇതാണെന്ന് മനസ്സിലാത്ത പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സമ്മേളനത്തിൽ പോയി എന്ന് വിചാരിക്കുക. സമ്മേളനത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരടിയിൽ തന്നെ ഒരുത്തനെ കണ്ടത്, അതാണ് പെർസെപ്ഷൻ. അവനെ നമ്മൾ കണ്ടു മനസ്സിലാക്കും. പാറ്റേൺ റെക്കഗ്നിഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഒരു സ്റ്റിമുലിയെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനൊരു മീനിങ് കൊടുത്ത് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത്, ഇത് ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഈ പെർസെപ്ഷൻ്റെ ഡീറ്റെയിൽ എന്നുള്ളത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഏരിയയാണ്. അപ്പോൾ സീയിങ് ആകാം, ഹിയറിങ് ആകാം, ടച്ചിങ് ആകാം, സ്മെല്ലിങ് ആകാം, ടേസ്റ്റിംഗ് ആകാം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഏരിയയാണ്. മൂന്നാമത്തത് ഇതിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്നുള്ളതാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം സ്റ്റിമുലികളുണ്ട്, അതൊന്നും നമ്മുടെ കൺസേൺ അല്ല, നമുക്ക് ഇപ്പോൾ ഈ പഠിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ നടക്കുന്നത്, ആരാ നിയന്ത്രിക്കുന്നത്? അറ്റൻഷൻ ഇല്ലാതെ തന്നെ എന്തെല്ലാം സംഭവിക്കും?
അല്ലേ? അപ്പോൾ ധാരാളം സ്റ്റിമുലികളിൽ നിന്നും ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മറ്റതൊക്കെ ഇഗ്നോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ അറ്റൻറ്റീവായിട്ട് ഇരുന്നാലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ആയിരക്കണക്കിന് സാധനങ്ങൾ ശ്രദ്ധിക്കാൻ നിന്നാൽ നമ്മുടെ മൈൻഡിന് താങ്ങാൻ കഴിയില്ല, ഓവർലോഡ് ആവും. ട്രാൻസ്ഫോമറൊക്കെ പൊട്ടിത്തെറിക്കണമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം കേൾക്കുക. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടാത്തൊക്കെ പാടെ കേൾപ്പിക്കുകയും കുത്തിക്കയറ്റുകയും ചെയ്യരുത്. പതുക്കെ 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 പതുക്കെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശ്രദ്ധയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ആക്സിൽ വേണമെങ്കിൽ ക്ലച്ച് എന്തൊക്കെയോ അല്ലേ, ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്ത് ചവിട്ടണം, അത് എടുക്കണം. അതിന് അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചായ കുടിക്കുന്നുണ്ട്, മൊബൈൽ എടുക്കുന്നുണ്ട്, ബെൽറ്റ് ഇടുന്നുണ്ട്, മറ്റോട് സംസാരിക്കുന്നുണ്ട്, ഡ്രൈവ്. അപ്പോൾ അറ്റൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ആക്സിഡൻറ്റ് സാധ്യത കൂടുതലാണ്. ആ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സിഗ്നൽ ഓൺ ആണോ, പച്ചയാണോ, ചുവപ്പാണോ, മഞ്ഞയാണോ, കൃതികൾ അല്ല ആരെ ക്രോസ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ശ്രദ്ധ അവിടെ ആയിരിക്കണം. ഇതിൽ ശ്രദ്ധ പോയി വേറെ ഒന്നൊക്കെ ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് പലപ്പോഴും ആക്സിഡൻറ്റ് പറ്റുക അല്ലേ. നമ്മൾ ഇതിൽ നിന്ന് ശ്രദ്ധ ഇട്ട് ഇതിക്ക് ഇങ്ങനെ നോക്കി ഇതിക്ക് ലയിച്ച് കഴിഞ്ഞാൽ ഡിം. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കൽ, എങ്ങനെ അറ്റൻഷൻ കൂട്ടാൻ പറ്റും, അറ്റൻഷൻ സ്പാൻ എങ്ങനെയാണ്, അറ്റൻഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ, അറ്റൻഷൻ ഇല്ലാതെയാക്കുന്ന സാധനങ്ങളൊക്കെ, അറ്റൻഷന് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഡീറ്റെയിലായി പഠിക്കും നമ്മൾ. മറ്റൊന്ന് പാറ്റേൺ റെക്കഗ്നിഷൻ. പാറ്റേൺ റെക്കഗ്നിഷൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഈ എഴുതിയ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഓരോ അക്ഷരങ്ങളാണ്. ഇംഗ്ലീഷ് അറിയുന്ന നിങ്ങൾക്കും എനിക്കും മനസ്സിലാവുന്നുണ്ട്. ചെറിയൊരു കുട്ടി 3 വയസ്സായ കുട്ടി, 3 വയസ്സൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയും. ചെറിയ കുട്ടി ഇപ്പോൾ തിരിയോ, അവനൊന്നും തിരില്ലോ, അവന് കുറേ ഇങ്ങനെ ഉറുമ്പ് നിൽക്കണേ തോന്നുള്ളൂ. അവനെ സംബന്ധിച്ച് അതൊരു അതാ പാറ്റേൺ. നമ്മളെ സംബന്ധിച്ചോ ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ആ റെക്കഗ്നിഷൻ അപ്പോൾ നമ്മൾ ഒരു 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 നിങ്ങളൊരു പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ റോസാ പൂവുകൾ ഉണ്ടാവും, പല പൂവുകളുണ്ടാവും. ഓരോ പൂവ് ഓരോ രീതിയിലാണ്. റോസാപ്പൂവിന് ഒരു പാറ്റേൺ ഉണ്ട്, അതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ അതേ പാറ്റേണിലായിരിക്കും എല്ലാ റോസാപ്പൂവും ഉണ്ടാകുക. എന്നാൽ ചെമ്പരത്തിപ്പൂ പറഞ്ഞ സാധനമുണ്ട് വിചാരിച്ചോളൂ, അതിൻ്റെ രീതി വേറെയാണ്. ജമന്തി പറഞ്ഞ സാധനമുണ്ട്. ഓരോ പൂവുകൾക്ക് ഓരോ പാറ്റേൺ ആണുള്ളത്. അപ്പോൾ ആ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റണം നമുക്ക്. ഇനി നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അടുത്തുക്കുന്ന സാധനത്തിൻ്റെ ഇതളുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെ മഞ്ഞുതുള്ളി വീണതും പൂമ്പാറ്റ ഇരുന്നതും അതിൽ പൂത് വരുന്നൊക്കെ ബോറസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചപ്പുറത്തുള്ളതോ അത്ര കാണാൻ കഴിയില്ല, അതിൻ്റെ അപ്പുറത്തുള്ളതോ അത്ര കാണാൻ കഴിയില്ല, അതിൻ്റെ അപ്പുറത്തുള്ള അത്രയും കഴിയില്ല. സംഭവം അതിനൊക്കെ ഉണ്ട്. ഇതിൻ്റെ പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, മറ്റേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കാരണം ഡിസ്റ്റൻസ് കൂടി. അതിൻ്റെ കാരണം എന്താ, അത് നമ്മളിങ്ങനെയാണ് ഇങ്ങനെ പോകും. പാറ്റേൺ റെക്കഗ്നിഷൻ. അപ്പോൾ ഒന്നിനെ കണ്ടു മനസ്സിലാക്കി അതിനൊരു മീനിങ് കൊടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്ന രീതിയൊക്കെയാണ് റെക്കഗ്നിഷൻ. അതിൻ്റെ ഉള്ളിലുള്ള പാറ്റേൺ മനസ്സിലാക്കുക. അടുത്ത് കൊഗ്നിറ്റീവ് സയൻസിൽ പഠിക്കുന്ന മറ്റൊരു ഏരിയയാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ഒക്കെ സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത് നല്ല ബോധത്തോടു കൂടെയാണ്. പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ പോകുന്നത്, കേൾക്കുന്ന നിങ്ങളും. അപ്പോൾ ശ്രദ്ധയോടെ ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ ഇത് ഇപ്പം എനിക്കിങ്ങനെ വിശപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 8:30 ആയിക്കുന്നു. ഞാൻ കോൺഷ്യസ് ആയി. അതാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടുണ്ട്. അതാണ്. അപ്പോൾ വിശപ്പുണ്ട് അനുഭവപ്പെടുമ്പോഴേക്ക് 8:30 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 8:30 കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ക്ഷീണം വരും. അപ്പോൾ എന്താണ്, ഞാൻ കോൺഷ്യസ് ആകണം, എൻ്റെ ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറൻറ്റ് അവെയർനെസ്, എന്നെക്കുറിച്ച്, ഞാൻ എൻ്റെ ചുറ്റുപാടത്തെക്കുറിച്ച്, അതായത് നമ്മളിപ്പോൾ രണ്ടാൾക്കാട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മളെ വല്ലാതെ ദേഷ്യം പിടിക്കുന്നത് ഇങ്ങനെ ചൊറിയുമ്പോൾ നമുക്കിന് തോന്നൂലേ, നമുക്കിങ്ങനെ ഉള്ളിലൊരു ചൊറിച്ചിൽ അനുഭവപ്പെടൂലേ അല്ലേ. ആ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സംസാരം നിർത്തിപ്പോകാൻ നോക്കും, അല്ലെങ്കിൽ രണ്ടും കൊടുക്കാൻ നോക്കും. അപ്പോൾ നമുക്കിന്നെ അറിയും നമ്മളെ വല്ലാതെ ആക്കുകയാണ്. ഒരാളെ നമ്മളോട് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവെയർനെസ് അല്ലേ. എന്നെക്കുറിച്ച് എനിക്കെപ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത്, എനിക്കെപ്പോഴാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് അറിയില്ല. അപ്പോൾ കോൺഷ്യസ് അല്ല ആൾ. ഉറങ്ങിക്കിടന്നപ്പോൾ നമ്മളറിയോ ഇല്ല. അതേസമയം കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നടക്കുന്ന, മൈൻഡിൽ നടക്കുന്ന. അപ്പോൾ എന്നെക്കുറിച്ചും എൻ്റെ എക്സ്റ്റേണലിനെ കുറിച്ചും എൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണലുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധമുണ്ടായിരിക്കുക, ഇത് കോൺഷ്യസ് ആണ്. ഇതും നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വലിയൊരു പഠന മേഖലയാണ്. മറ്റൊന്ന് മെമ്മറി. ബ്രെയിനിൽ നടക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. എവിടെ, എങ്ങനെ, അത് നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ഏതെല്ലാം തരത്തിലുള്ള മെമ്മറികളുണ്ട്, മെമ്മറിയെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ്, ഹിപ്പോ ക്യാമ്പസ് ആണോ, അതല്ല ഹിൻ ബ്രെയിൻ ആണോ, അതല്ല ഫ്രണ്ടാണോ, മറ്റാണോ, അങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യങ്ങൾ. അത് സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്, സിമാൻറ്റിക് മെമ്മറി ഉണ്ട്, ഇങ്ങനെ മെമ്മറി ഉണ്ട്, ഇങ്ങനെ മെമ്മറി ഉണ്ട്, ഇങ്ങനെ കുറേ നിങ്ങൾ പഠിക്കാണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമാണ്. സെൻസറി മെമ്മറി പറഞ്ഞാൽ എന്താ, കാണുന്നു അത് ഓർമ്മ ഉണ്ടാവുന്നു, കേൾക്കുന്നു ഓർമ്മ ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞു OTP വന്നപ്പോൾ അത് ആ OTP അടിച്ച് നമ്മൾ മറന്നുപോയി ഉണ്ടാവും.
ഒരാൾ മൊബൈൽ നമ്പർ പറഞ്ഞപ്പോൾ ഓക്കെ അത് എഴുതി വെച്ചു, പിന്നെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഇതാണ് സെൻസറി പറയും. മൈന്യൂട്ട് സെക്കൻഡുകൾ മാത്രം നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതാണ് സെൻസറി. അതിന് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം മെമ്മറി. ഇപ്പോൾ ഉദാഹരണം OTP വന്നു 44-45 ടൈപ്പ് ചെയ്തു, പിന്നെ കുറച്ച് നേരം ഓർമ്മയുണ്ട്, പിന്നെ മറന്നു. അതാ ഷോർട്ട് ടൈം മെമ്മറി. അതായത് റിപ്പീറ്റ് ചെയ്യുകയോ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറിയോ. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറന്നു. പിന്നെ ചില കാര്യങ്ങൾ മറക്കുന്നില്ല, അത് ലോങ് ടൈം മെമ്മറിക്ക് എത്തി. കാരണം എന്താ, അറ്റൻഷൻ കൊടുക്കുകയും റിഹേഴ്സൽ, എലാബറേഷൻ, റിപ്പീറ്റേഷൻ, സിമാൻറ്റിക് ആവുകയും ചെയ്യുമ്പോൾ ലോങ് ടൈം മെമ്മറി. അതെങ്കിലും മെമ്മറി പറഞ്ഞ ചാപ്റ്റർ പഠിക്കാണ്ട് എന്തായാലും ഇത്രയും ഡീറ്റെയിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കും. കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്ന മറ്റൊരു ഏരിയയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ്. അതായത് നമ്മുടെ ബ്രെയിന് സിംബലൈസസ് ആൻഡ് ഓർഗനൈസ് ഇൻഫോർമേഷൻ ആഫ്റ്റർ സിക്കം. ഓക്കെ, ആന എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ വരുന്നുണ്ട് അല്ലേ? അവിടെ ആമ വരുന്നുണ്ടോ? ആട് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇതിനെക്കുറിച്ചൊക്കെ കുറേ ഇമേജ് നമ്മുടെ തലയിൽ വെച്ചിട്ടുണ്ട് അല്ലേ? മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരാം. അപ്പോൾ മൃഗം എന്ന് പറയുമ്പോൾ ആനയും വരും, ആടും വരും, പോത്തും വരും, എരുമയും വരും, കാളയും വരും, ഇത് ഓരോരോ വരും. അപ്പോൾ ഇതേമാതിരി നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ പല കാര്യങ്ങളുടെ ഇമേജുകളായിട്ടും കോൺസെപ്റ്റുകളായിട്ടും നമ്മൾ ബ്രെയിനിൽ പലതും വെച്ചിട്ടുണ്ട്. ഈ വെച്ച സാധനങ്ങളാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായിക്കാൻ, സംസാരിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ ഇൻഫോർമേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്കീമയായിട്ട്, ഇമേജുകളായിട്ട്, കോൺസെപ്റ്റുകളായിട്ടാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇതാണ് ഹൗ ദ ബ്രെയിൻ സിംബലൈസസ് ആൻഡ് ഓർഗനൈസ് ഇൻഫോർമേഷൻ. ഈ കാണുന്ന ലോകത്തുള്ള എല്ലാ ഇൻഫോർമേഷൻസും ബ്രെയിൻ എങ്ങനെ ഓർഗനൈസ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഫാർമസിയിൽ പോയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഡോക്ടറെ കാണിച്ച ഒരു സ്ലിപ്പ് കിട്ടി, എനിക്ക് ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ കിട്ടി. ഇത് ഞാൻ ഫാർമസി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ പോകും, ഇവിടെ പോകും, ഈ സ്പെസിഫിക് ആയ ഷെൽഫിൽ പോയിട്ട് കൊടുക്കും. കാരണം അയാൾക്ക് അതറിയാം എവിടെ വെച്ചിട്ടുള്ളത്, ഇന്ന മരുന്നാണ് ഇന്ന സ്ഥലത്താണെന്ന് അറിയാം. അത് അയാളെ കഴിവാണ്. ഞാനാണെങ്കിൽ ഞാൻ നേരം വെളുത്ത് മുഴുവൻ തപ്പിയാലും ഓരോന്നെടുത്ത് നോക്കിയാലും കിട്ടിക്കോളുന്നില്ല. ഇതേ പ്രകാരം ബ്രെയിന് ഓരോന്നും ഓരോ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് നടക്കുന്നത് റെപ്രസെൻറ്റേഷൻ നോളജ് അത് നമ്മൾ പഠിക്കും. പിന്നെ പഠിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞാൽ മെൻ്റൽ പിക്ചേഴ്സ്. ഒരു എക്സാമ്പിൾ പറയും. ഞാനും പിന്നെ എൻ്റെ ഒരു ഭയങ്കര സുഹൃത്തുണ്ട് കേട്ടോ, ഷാജിക്ക് എന്നവൻ്റെ പേര്. ഞാനും ഓനും കൂടി പിന്നെ എന്ത് ചെയ്തു, ഒരു ദിവസം ഞങ്ങൾ നൈറ്റിൽ പോവുകയാണ്. പോണ സമയത്ത് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ പേടി, കള്ളന്മാരുണ്ടാകുമോ എന്ന്. പക്ഷേ കള്ളൻ ഉണ്ടാവുമെന്ന് എടുത്തിട്ട് ഞാൻ ടോർച്ച് കയ്യിൽ വെച്ചു. ഞാനും അവനും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഏകദേശം റോഡിൻ്റെ വക്കിലുണ്ട് എത്തിയപ്പോൾ ഇപ്പം എന്തൊക്കെ നിങ്ങളെ മൈൻഡിൽ വന്നു, ഷാജിക്ക് പറഞ്ഞ ഒരാളെ പിക്ചർ വന്നു, കൂരിരുട്ട് വന്നു, റോഡിൻ്റെ വക്ക് വന്നു, ഓരോ ഇമേജുകൾ ഇങ്ങനെ വന്നില്ലേ, കണ്ടിട്ടുണ്ടോ? പക്ഷേ പണ്ട് കേട്ട് കണ്ടു മനസ്സിലാക്കിയ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും എന്ത് കേൾക്കുകയാണെങ്കിലും അത് ഓരോ പിക്ചറുകളായിട്ട് നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇമേജറി എന്ന് പറഞ്ഞാൽ അല്ലേ? അതുകൊണ്ടാണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുട്ടികളെ ഭാഷ പഠിപ്പിക്കുമ്പോൾ ആന എന്ന പിക്ചറിൻ്റെ താഴെ ആ ഇമേജ് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ആന എന്ന് കൊടുക്കും അല്ലേ? ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ പുസ്തകങ്ങൾ അരിഫും ABCD എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ടാവും, ആ ചെറിയത്, അതിലൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓരോ അക്ഷരങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇമേജുകളിലൂടെയാണ് ഭാഷ ഉണ്ടാകുന്നത്. ഇമേജുകളും വേർഡുകളും കണക്റ്റഡ് ആണ്. അപ്പോൾ മെൻ്റൽ പിക്ചർ, കൊഗ്നിറ്റീവ് മാപ്പുകൾ. ഇപ്പോൾ കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അൽക്കോറിലാണുള്ളത്. എനിക്ക് പോവേണ്ടത് റാസലഫ എന്ന് പറഞ്ഞ സ്ഥലം ജോലിക്ക്. പക്ഷേ ഞാൻ വീക്കെൻഡായ ദോഹയ്ക്ക് പോകും. ദോഹയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ആലോചിക്കാം. ഞാനിങ്ങനെ പോകുന്നു, അവിടെ ആ സിഗ്നൽ കഴിഞ്ഞ് അങ്ങനെ പോയത് റൈറ്റ് എടുത്ത് പിന്നെ മൂന്നാമത്തെ സിഗ്നൽ ലെഫ്റ്റ് എടുത്ത് പിന്നെ ഇങ്ങനെ പോയിട്ട് റൈറ്റ്, ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. മെൻ്റൽ ഇമേജ്, പോകുന്ന വഴി പോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെ പലതും അത് പഠിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഇങ്ങനെ മൈൻഡ് കൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാൻ പറ്റും. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഭാഗമാണ്. എന്താണ് മെൻ്റൽ ഇമേജ്, മെൻ്റൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ സാർ. അടുത്ത് ലാംഗ്വേജ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ മറ്റൊരു പഠന മേഖലയാണ് ലാംഗ്വേജ്. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ അല്ലേ? ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം. ഞാൻ പറയുന്നത് മലയാളത്തിലാണ്, നിങ്ങൾ കേൾക്കുന്നത് മലയാളത്തിലാണ്. ഒരു യൂറോപ്യൻ വന്നിരുന്ന അയാൾക്ക് എന്താ തിരിയുക? അയാൾക്ക് ക്യാഹ് കിട അത്രേ തിരിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയും നമ്മളെ കണ്ട അവർ പറയും കിട, അവർക്കത് തിരിയില്ല. എന്നാൽ 2 യൂറോപ്യൻസ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാത്ത ഒരാൾക്കോ അത് മനസ്സിലാവില്ല. അപ്പോൾ ഇതെങ്ങനെ? അതിന് ഓരോ വാക്കുകൾക്ക് ഓരോ മീനിങ് ഉണ്ട്. അതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചെടുക്കും. എങ്ങനെയാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. മൂന്നാമത്തെ ബ്ലോക്ക് ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് പ്രോബ്ലംസ്, മൾട്ടി ലിംഗ്വിസം, അങ്ങനെ തുടങ്ങിയ.
ഇതും നമ്മുടെ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ മറ്റൊരു ഇൻട്രസ്റ്റഡ് ഏരിയയാണ്. ഭാഷ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഭാഷ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ജനിക്കുമ്പോൾ ഭാഷയുണ്ടോ? ഒരു കുട്ടി ഇന്ത്യയിൽ ജനിച്ച് കേരളത്തിൽ ജനിക്കുന്നതുകൊണ്ട് മലയാളം പറയുന്നു, അവൻ തന്നെ ഡൽഹി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി പറയും, അവൻ തന്നെ യൂറോപ്പിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയും. വൈ? ഏത് സോഫ്റ്റ്വെയർ ആണ് റൺ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. മറ്റൊന്ന് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. കൊഗ്നിറ്റീവ് സൈക്കോളജിയിലെ മറ്റൊരു പഠന ഏരിയയാണ്, റിസർച്ച് ഏരിയയാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ സ്പേമും എഗ്ഗും ചേർന്ന് സൈഗോട്ടായി കൺസെപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയില്ലേ. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 മാസം ഇങ്ങനെ 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 വന്ന് കുട്ടി ജനിക്കുന്നു. ജനിക്കുമ്പോൾ എല്ലാം അറിയോ? ഇല്ല. 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഇങ്ങനെ 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 പലതും. അപ്പോൾ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ ഓരോ ഘട്ടങ്ങളും പല പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അവൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എടുക്കുന്നുണ്ട്, മോട്ടോർ ഡെവലപ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും എന്തെല്ലാം ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് കൃത്യമായി പഠിക്കും. നിങ്ങൾ സെക്കൻഡ് പേപ്പർ മൊഡ്യൂൾ 2 ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയാണ്. ഇത് കൊഗ്നിറ്റീവ് സൈക്കോളജിയാണ്. മറ്റ് അതാണ് കംപ്ലീറ്റ് പഠിക്കേണ്ടത്. പിയാഷയുടെ തിയറിയൊക്കെ പഠിക്കാണ്ട്. പിയാഷ പറയുന്നുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ ആ ജനനത്തിൻ്റെ ആദ്യത്തെ ഇത്ര മാസം അത് സെൻസറി മോട്ടോ സ്റ്റേജ്, പിന്നെ മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ്, അങ്ങനെ കുറച്ച് 6 ഘട്ടങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനിച്ചതു മുതൽ ഒരു അഡോളസൻസ് പീരീഡ് ആകുന്നത് വരെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ്, ഇമോഷണൽ, ഇങ്ങനെ ഡെവലപ്പ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. മച്ചുറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സ് അഡൽട്ട് ആകുന്നവരെയുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ നമ്മൾ ഈ സൈക്കോളജിയിൽ പഠിക്കും. കൊഗ്നിഷൻ. മറ്റൊരു വിഷയമാണ് തിങ്കിങ്, കോൺസെപ്റ്റ് ഫോർമേഷൻ എന്നുള്ളത്. എന്താ ചിന്ത? എങ്ങനെ ചിന്തിക്കണമെങ്കിൽ കോൺസെപ്റ്റുകളാണ്. എന്താ കോൺസെപ്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്? അങ്ങനെ ഞാനും അയാളും കൂടി പോയപ്പോൾ ഭയങ്കര മഴ പെയ്തിട്ടോ. മഴ പെയ്ത് ഞങ്ങൾ കുട എടുക്കാൻ മറന്നു. പക്ഷെ അപ്പോഴേക്ക് ഭയങ്കര ഇടി, മിന്നും, കാറ്റും. ഇടി, മിന്ന്, കാറ്റ്, മഴ. ആ വാക്ക് കേട്ടപ്പോഴേക്ക് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ വരുന്നില്ലേ? മഴ എന്ന് പറഞ്ഞാൽ ഇന്നയും കാര്യങ്ങളാണ് എന്ന് നമ്മൾ ആ വാക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കൊട എന്ന് പറഞ്ഞാൽ ഇന്ന. അപ്പോൾ ഓരോ വാക്കുകൾക്ക് ഓരോ മീനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പല പല കാര്യങ്ങൾ കൂടുന്ന ഒരു സാധനത്തിന് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതെല്ലാം കൂടിയിട്ടൊരു വാക്കാണ് വെക്കും. അതിനെ കോൺസെപ്റ്റ്. മൃഗങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായി? കുറേ സാധനം അതിൻ്റെ ഉള്ളിൽ വന്നു അല്ലേ. എൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു അറിയാം? ഞാൻ മാർക്കറ്റിൽ ആദ്യം പോയിട്ട് ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയി ഇന്ന സാധനങ്ങൾ വന്നു. പിന്നെ ഞാൻ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി, പിന്നെ ഫ്രൂട്ട്സ്. അപ്പോൾ എന്തായി? ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫിഷുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ തന്നെ പലതും വന്നു. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫിഷ്, മറ്റേത്. ഇനി ഞാൻ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായി? തക്കാളി വരും, ഓറഞ്ച് വിടും, മറ്റേത് ഓറഞ്ചല്ല, എന്നിട്ട് പറയൽ മുളക്, ഇഞ്ചി, ഉള്ളി, ഇതെല്ലാം വിടും. അപ്പോൾ കുറേ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും. അതാ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞപ്പോൾ പലതും വന്നു. എല്ലാം കൂടി പറയേണ്ട ആവശ്യമില്ല. സ്നേഹം, ദേഷ്യം, അങ്ങനെ കുറേ സാധനങ്ങൾ, അതിനൊക്കെ നമ്മൾ വികാരങ്ങൾ എന്ന് പറയും ഉണ്ടോ. അപ്പോൾ എങ്ങനെയാണ് കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്? ജനിക്കുമ്പോണ്ടോ? ഏത് സമയത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്? കോൺസെപ്റ്റുകൾ വെച്ചിട്ടാണോ? അപ്പോൾ കോൺസെപ്റ്റ് ഇല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെയുള്ള അതൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു ഏരിയ ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ. നേരത്തെ പറഞ്ഞു, മനുഷ്യൻ ചിന്തിക്കുന്ന രൂപത്തിൽ ചിന്തിക്കാൻ പ്രാപ്തമാക്കുന്ന ചില മെഷീനുകൾ ഉണ്ടാക്കി അതിന് കമ്പ്യൂട്ടർ എന്ന് പേരിട്ടു. എന്നിട്ട് അതിന് ചില പ്രോഗ്രാമുകൾ ചെയ്ത് മനുഷ്യനെ പോലെ പ്രോബ്ലം സോൾവിങ് നിങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ചില കാര്യങ്ങൾ അത് ഉഷാറായി പ്രോഗ്രാം ചെയ്തപ്പോൾ അപ്പോൾ മനുഷ്യനേക്കാൾ ഉഷാർ. ശരിയാണ്. പക്ഷേ മനുഷ്യൻ്റെ ഇമോഷൻസും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ഒന്നും അതിലുണ്ടായിക്കോളന്നില്ല. അതിന് പ്രോഗ്രാം ചെയ്താൽ ഉണ്ടാക്കാൻ എന്താണോ പഠിപ്പിച്ചത്, എന്താണോ കൊടുത്തത്, അതല്ലേ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. പക്ഷേ അത് ഫാസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ കാര്യങ്ങൾ അത് കമ്പാരിസൺ ചെയ്തുകൊണ്ടുള്ള പഠനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതും നമ്മളെ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലെ പഠന മേഖലയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നത് പെർസെപ്ഷൻ പഠിക്കും, പാറ്റേൺ റെക്കഗ്നിഷൻ പഠിക്കും, അറ്റൻഷൻ പഠിക്കും, കോൺഷ്യസ്നെസ് പഠിക്കും, മെമ്മറി, റെപ്രസെൻറ്റേഷൻ നോളജ്, ഇമേജറി, ലാംഗ്വേജ്, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, തിങ്കിങ്, ഹ്യൂമൻ ആൻഡ് കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. ഈ 12 ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ റിസർച്ചുകളും പഠനങ്ങളും പോകുന്നത്. ഇതാണ് ഡൊമൈൻസ് ഓഫ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു. 1 മണിക്കൂറായി. ഞാൻ ഈ ഒരു ക്ലാസ് 1 മണിക്കൂറിൽ തീർക്കാൻ കരുതിനി. ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പോയിട്ടില്ല. ഇനി പകുതി ഭാഗം കൂടി ഉണ്ട്. കണ്ടിന്യൂ ചെയ്താൽ തീരും തോന്നുന്നില്ല. എനിക്ക് കോൺഷ്യസ്നസ് വന്നു, അതായത് വിശക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തിയാലോ? അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ.
അപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ പറയാം, തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം. നിങ്ങൾക്ക് ഇനി നമ്മുടെ ക്ലാസ്സിൽ തുടർന്ന് കേൾക്കാം. നാളെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കാം. ഈ ഒരു കോഴ്സിൽ നമ്മുടെ കൂടെ കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സായിട്ട്